ഹിന്ദുക്കളിലുള്ള ജാതീയത എല്ലാം മുസ്ലിങ്ങളില്ല. ദാറ്റ് ഇസ് ട്രൂ. അങ്ങനെ ഒരു ജാതീയ സമവാക്യം അതല്ല ഈ ബുക്ക് മുൻനിർത്തുന്നത്. ഹിന്ദുക്കൾ അതേമാതിരി മുസ്ലിങ്ങളിൽ ജാതി ഉണ്ട്, അപ്പം തന്നെ ജാതി എന്നുള്ളതാണ് പറയുന്നത്. ആ ഒരു ക്ലെയിം ബുക്കിനില്ല. മറിച്ച് ഈ ജാതി എന്നുള്ളിടത്ത് തുടങ്ങാതെ ഇതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റില്ല. അത് ദാറ്റ്സ് എ ട്രിക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ മമ്പുറം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പുസ്തകത്തിനോട് എൻഗേജ് ചെയ്ത, വളരെ കെയർഫുള്ളായിട്ട് ഇത് വായിച്ച റഷീദ് ഹുദവി ഏലംകുളത്തിനും അഫീഫ് അഹമ്മദിനും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇതിൽ ഇവർ വളരെ കെയർഫുള്ളായിട്ട് ഭയങ്കര ഡീറ്റെയിലായിട്ട് ഇത് വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു. അപ്പോൾ ഇത് എല്ലാത്തിനും കൂടി ഒരു റെസ്പോൺസ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ പറയുക എന്നുള്ളത് ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. അപ്പം ഞാൻ ചില സംഗതികൾ പിക്ക് ആൻഡ് ചൂസ് ചെയ്തിട്ട് സംസാരിക്കാം. പ്രത്യേകിച്ചും റഷീദ് ഹുദവി പുസ്തകത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള പല എത്നോഗ്രാഫിക് എലമെൻറ്റ്സും എടുത്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതിനൊക്കെ കണക്ട് ചെയ്യുന്ന രൂപത്തിൽ രണ്ട് കാര്യങ്ങൾ വളരെ ബ്രോഡായിട്ട് പറയാം. ഒന്ന്, ഈ പുസ്തകത്തിൻ്റെ ഒരു തിയറട്ടിക്കൽ ഫ്രെയിം, അതിൻ്റെ കോൺവെർസേഷൻ എന്നുള്ളത് ഇപ്പോൾ ഇവർ രണ്ടാളും വേറൊരു തരത്തിൽ അത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒന്ന് രണ്ട് സംഗതികൾ പറയാം. ഒന്ന്, നോർത്ത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഒരു വിവാദ വിഷയമാണ് ജാതി. മുസ്ലിങ്ങളിൽ ജാതി ഉണ്ട്. അപ്പോൾ നോർത്ത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഈ അഷ്റഫ്, അജ്ലാഫ്, ഈ സംഗതികൾ ഇവരെന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എന്താ പറയുക അനുഭവ തലം ഈ പുസ്തകത്തിൻ്റെ ഒരു അടിത്തറയാണ്. ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഈ പുസ്തകം സംസാരിച്ച് തുടങ്ങുന്നത്. അതൊന്ന്. അതിനെ പറ്റി സംസാരിക്കുന്ന ഇപ്പോൾ സൗത്ത് ഏഷ്യയിലുള്ള ഡിബേറ്റുകളിൽ 1960 മുതൽ മുസ്ലിം സമുദായമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള എല്ലാ ചർച്ചകളിലും ഒരു എന്താ പറയുക, നമ്മൾ പറയില്ലേ, ഒരു റിമോഴ്സും ഇല്ലാതെ ഉപയോഗിച്ചിരുന്ന ഒരു ടേമാണ് കാസ്റ്റ്, ജാതി എന്നുള്ളത്. അപ്പോൾ ഈ ജാതി എന്നുള്ളത് ഉപയോഗിച്ചാൽ അഷ്റഫ്, അജ്ലാഫ്, അർസാൽ, ഇത് ഈ കാറ്റഗറൈസേഷൻ മുസ്ലിങ്ങളിലുള്ളത് ഹിന്ദുക്കളിലുള്ളത് പോലെ തന്നെ നമുക്ക് ഈസിലി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയായിട്ടാണ് പൊതുവെ സൗത്ത് ഏഷ്യൻ സ്കോളർഷിപ്പ് ഇതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ മനസ്സിലാക്കാൻ അവർ ഉപയോഗിച്ചിട്ടുള്ള മെയിൻ ഫ്രെയിം വർക്ക് എന്നുള്ളത് പ്രാക്ടീസ് എന്നുള്ളതാണ്. അത് അഫീഫ് അതിനെ എംഫസൈസ് ചെയ്തുകൊണ്ട് കൂടി പറയുകയാണ്. അപ്പോൾ ഈ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ അവർ പറയും മുസ്ലിങ്ങളിൽ ജാതി ഉണ്ട്. കാരണം എന്താണ്, അവർ തൊഴിൽപരമായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഹിന്ദുക്കളിലെ പോലെ തൊഴിൽ വിഭജനം മുസ്ലിങ്ങളിലുണ്ട്. അതുപോലെ ഇവരുടെ ഇടയിലും സാമൂഹിക ശ്രേണീകരണം ഉണ്ട്. ഹിന്ദുക്കളിൽ കാണുന്നത് പോലുള്ള സാമൂഹിക ശ്രേണീകരണം ഉണ്ട്. പിന്നെ ഇവരുടെ ഇടയിലും കല്യാണം ഭയങ്കര പ്രശ്നമാണ്. സ്വജാതിയിലുള്ള അല്ലെങ്കിൽ സ്വന്തം ഗ്രൂപ്പിലുള്ള ആളുകളെ മാത്രമേ ഇവർ വിവാഹം കഴിക്കുള്ളൂ. ഇങ്ങനെയുള്ള ഒരു 4-5 അനുഭവ തലത്തിൽ എന്താ പറയുക നടന്നുകൊണ്ടിരിക്കുന്ന ചില എലമെൻറ്റ്സ് എടുത്തിട്ടാണ് ഈ സൗത്ത് ഏഷ്യയിലെ പൊതുവേ ഉള്ള സ്കോളർഷിപ്പ് 1960 മുതൽ മുസ്ലിം കാസ്റ്റ് എന്നുള്ളതിനെ വിവക്ഷിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പറയും ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പോൾ അഷ്റഫ്, അജ്ലാഫ്, അർസാൽ എന്നൊക്കെ പറയുന്നത്, അപ്പോൾ ഒരു പത്താൻ ഒരു നായി ബാർബർ, നായിനെ കല്യാണം കഴിക്കൂല. അത് ഹിന്ദുക്കളുടെ ഇടയിലും കല്യാണം കഴിക്കൂല, അപ്പോൾ അത് ജാതിയാണ്. ഇവരുടെ ഇടയിലും നായി അവർ മുടി വെട്ടുന്നവരാണ്, മറ്റവരോ അവർ കച്ചവടം ചെയ്യുന്നവരാണ്, ഇവർ തമ്മിൽ തൊഴിൽ വിഭജനമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികൾ എടുത്താൽ ഇതെന്തായി, ഇത് തുല്യമായി. ഈ ഒരു ഫ്രെയിം വർക്കിലാണ് 1960 മുതൽ സൗത്ത് ഏഷ്യൻ സ്കോളർഷിപ്പ്, പ്രത്യേകിച്ചും മുസ്ലിങ്ങളിടയിലുള്ള ജാതിയെ അന്വേഷിക്കുന്ന സ്കോളർഷിപ്പ് ഉരുത്തിരിഞ്ഞിട്ടുള്ളത് ഈ ഒരു ഫ്രെയിം വർക്കിൽ വെച്ചിട്ടാണ്. ഈ ഒരു ഫ്രെയിം വർക്ക്, ഈ പ്രാക്ടീസ് എന്ന് പറയുന്ന ആ ഫ്രെയിം വർക്കിൽ വെച്ചിട്ടാണ് ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡീസ് ഓഫ് ഇസ്ലാം ഹാസ് ഓൾസോ വർക്ക്ഡ്. അസദിനെ പറഞ്ഞല്ലോ, ഇപ്പോൾ അസദ് വരെയുള്ള സ്കോളർഷിപ്പൊക്കെ നോക്കുമ്പോൾ നമ്മളെന്താണ്, ഇസ്ലാമിനെ പഠിക്കാൻ നമ്മൾ പ്രാക്ടീസ് നോക്കണം. അപ്പോൾ ആ പ്രാക്ടീസ് നോക്കുമ്പോൾ അത് വെദർ ദിസ് ഈസ് എൻ ഇസ്ലാമിക് പ്രാക്ടീസ്, വെദർ ഇറ്റ് ക്രിയേറ്റ്സ് എ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് എ മുസ്ലിം ആസ് സെൽഫ് കൾട്ടിവേറ്റിംഗ് എത്തിക്കൽ മുസ്ലിം, ഇങ്ങനെയൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഈ പ്രാക്ടീസ് ബേസ് ചെയ്യുമ്പോൾ കിട്ടും. ഈ ഒരു ഫ്രെയിമിലാണ് കാസ്റ്റ് പഠിച്ചിട്ടുള്ളത്. ഈ ഫ്രെയിമിൽ നമുക്കും പഠിക്കാം. അപ്പോൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ പറയാം അപ്പോൾ ബാർബർമാർ, ഇവിടുത്തെ ബാർബർമാർ, ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ, അവരൊക്കെ ജാതിയാണ്. അപ്പോൾ ഭയങ്കര ഈസിയാണ്. അപ്പോൾ അഫീഫ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ
ഇങ്ങനെ ഓരോ ഗ്രൂപ്പിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങൾ കല്യാണം കഴിക്കണില്ലല്ലോ, നിങ്ങൾ ഈ ജോലിയല്ലേ ചെയ്യണേ, അപ്പോൾ ഇതൊക്കെ ജാതിയാണെന്ന് പറയാം. ദാറ്റ്സ് എ വെരി സിമ്പിൾ എക്സസൈസ്. ദാറ്റ്സ് നോട്ട് വാട്ട് ദ ബുക്ക് ഈസ് ഡൂയിങ്. അതിന് പുറമെ നമ്മൾ ഈ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹിന്ദുക്കളിലും മുസ്ലിങ്ങളിലും ഉണ്ട് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ സെയിം ആയിട്ട് നിൽക്കുന്ന ഒരു സംഗതിയെ നമ്മൾ ഈ പ്രാക്ടീസ് എന്നുള്ളതിനെ വെച്ചുകൊണ്ട് പഠിക്കാൻ പറ്റുമോ എന്നുള്ളിടത്താണ് ഈ ബുക്കിൻ്റെ എൻട്രി. തിയറട്ടിക്കൽ എൻട്രി എവിടെയാണ്? ആ തിയറട്ടിക്കൽ എൻട്രിയിൽ ഈ ബുക്ക് മുന്നോട്ട് വെക്കുന്ന ആശയം നമ്മൾ ഈ പ്രാക്ടീസ് അല്ലെങ്കിൽ ടെക്സ്റ്റ് എന്നിൽ നിന്ന് മാറിയിട്ട്, ഇപ്പോൾ ടെക്സ്റ്റ് ആകുമ്പോൾ ഇപ്പോൾ ഹിന്ദുയിസത്തിൽ പറയാം, അപ്പോൾ മനുസ്മൃതിയിലുണ്ട് ജാതി ഉണ്ട്, ഇപ്പോൾ ഇസ്ലാമിൽ ജാതി ഇല്ല. ആ വിഷയത്തിലേക്ക് ഞാൻ വരും. അത് ഇഗാലിറ്റേറിയനിസം വിഷയം, അതും ബുക്കിൻ്റെ ഒരു സെൻട്രൽ എന്താ പറയുക ഫൗണ്ടേഷനാണ്. അപ്പോൾ അതിൽ നിന്ന് രണ്ടിൽ നിന്നും മാറിയിട്ട് വി നീഡ് ടു ലുക്ക് അറ്റ് വാല്യൂസ്. ആ വാല്യൂ എന്തെല്ലാം തരത്തിലുള്ള മൂല്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ സാമൂഹിക ശ്രേണീകരണം മുസ്ലിങ്ങളിൽ വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാലാണ് നമ്മൾ ഇത് എങ്ങനെയൊക്കെയാണ് മുസ്ലിങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുള്ളൂ എന്ന് റഷീദ് ഉദവി ഓൾറെഡി പറഞ്ഞു. നമ്മൾ ഇത് ഭയങ്കര ഒരു ഫ്രെയിമായിട്ട് എടുക്കുന്നതിന് പകരം ഓരോ കൾച്ചറിലും ഇതെങ്ങനെയാണ് ഇവോൾവ് ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞല്ലോ. ആ ഒരു ത്രസ്റ്റാണ് ഈ ബുക്കിൻ്റെ ത്രസ്റ്റ്. അതൊന്ന്. അപ്പോൾ അതായത് പ്രാക്ടീസ് ടെക്സ്റ്റ് എന്നിൽ നിന്ന് ഐ എം മൂവിങ് ടുവേർഡ്സ് വാല്യൂസ്. ദാറ്റ് ഈസ് വൺ. ദിസ് ഈസ് നോട്ട് ന്യൂ. ഇത് ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു സംഗതി ഒന്നുമല്ല. ഇത് ലൂയി ഡിമോണ്ട് തന്നെ മൂപ്പരാണ്. നമ്മൾ ജാതി ഇപ്പോൾ ഇന്ത്യയിലെ ജാതി എന്ന് പറയുമ്പോൾ അല്ലെ സൗത്ത് ഏഷ്യയിലെ ജാതി എന്ന് പറയുമ്പോൾ ലൂയി ഡിമോണ്ടിനെ നമ്മൾ എടുത്ത് കാണിക്കുക. എന്നിട്ട് നമ്മൾ പറയാം ഹിന്ദുക്കളിലെ ജാതി ഉണ്ട്, അതെന്താണ് ബ്രാഹ്മണന്മാരുണ്ട്, വൈശ്യന്മാരുണ്ട്, ശൂദ്രന്മാരുണ്ട്, പിന്നെ അതിലൊന്നും പെടാത്ത ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് എന്ന് പറയും. ഈ ഒരു ഫ്രെയിം മാത്രമല്ല, ഈ ഒരു ഫ്രെയിമാണ് നമുക്ക് മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ഫ്രെയിം. ജാതി എന്ന് മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഫ്രെയിമാണ് മനസ്സിലേക്ക് വരിക. ഈ ഒരു ഫ്രെയിം ഒരു ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിമാണ്. ഈ ഒരു ഫ്രെയിമാണ് ലൂയി ഡിമോണ്ട് മൂപ്പര പുസ്തകത്തിൽ വളരെ എംഫസൈസ് ചെയ്യുന്ന ഒരു ഫ്രെയിം ഇതാണ്. അതല്ലാത്തൊരു സബ്റ്ററേനിയൻ ഫ്രെയിം ലൂയി ഡിമോണ്ടിൻ്റെ വർക്കുകളിലൊക്കെ ഉണ്ട്. അത് ഈ കാസ്റ്റിൻ്റെ വർക്ക് മാത്രമല്ല, മൂപ്പരുടെ ഈ എന്താ പറയുക എക്കോണമി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വർക്കിലൊക്കെ അതുണ്ട്. ഈ ജർമ്മൻ എക്കോണമി, UK എക്കോണമിയൊക്കെ കമ്പാരിസൺ ചെയ്യുന്ന രൂപത്തിലും ഈ വാല്യൂ എന്നുള്ളത് ഭയങ്കര ഒരു സെൻട്രൽ കാറ്റഗറി ആയിട്ട് മൂപ്പര് പഠിക്കുന്നുണ്ട്. അത് ഈ ജാതിയെ പറ്റി പറയുമ്പോഴും മൂപ്പര് എടുക്കുന്നുണ്ട്. മൂപ്പര് പറയുന്നു ഇപ്പോൾ സൗത്ത് ഏഷ്യയിൽ ശ്രേണീകരണമാണ് ഉള്ളത് എന്ന് പറയുന്നു. അതേപോലെ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറി എന്താ പറയുക യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നത് ഇക്വാലിറ്റി, സമത്വം എന്നുള്ള വാല്യൂ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ വാല്യൂ എന്നുള്ളതും ലൂയി ഡിമോണ്ടിൻ്റെ വർക്ക് തന്നെ ഉള്ള ഒരു സംഗതിയാണ്. ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞൊരു 20 വർഷത്തിൽ ഈ ലൂയി ഡിമോണ്ടിൻ്റെ ഈ വാല്യൂ തിയറിനെ വളരെ എന്താ പറയുക സെലിബ്രേറ്റ് ചെയ്തിട്ടും അതിനെ ഉയർത്തി കൊണ്ടുവന്നുകൊണ്ടൊക്കെ ഒരുപാട് സ്കോളർഷിപ്പ് ഉണ്ട്. പ്രത്യേകിച്ചും ജോയൽ റോബിൻസ് മൂപ്പരെ വർക്കാണ് ഞാൻ കാര്യമായിട്ട് എൻഗേജ് ചെയ്യുന്നൊരു വർക്ക്. ആ ഒരു വർക്കിലാണ് ഈ ബുക്ക് പ്ലേസ് ചെയ്യപ്പെടുന്നത്. അതൊന്ന്. ഇനി രണ്ട്, അതാണ് ഈ ജാതിയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ രണ്ട്, ഈ ശ്രേണീകരണം. അത് ഇപ്പോൾ ഇവർ രണ്ടാളും പറഞ്ഞു. പിന്നെ ചില മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ വഴിയേ വരാം. ഒന്ന് ഈ ശ്രേണീകരണം എല്ലാ സമൂഹങ്ങളിലും ഉണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു ശ്രേണീകരണം ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നവർ ഇവിടെ ഇരിക്കുന്നു, നിങ്ങളൊക്കെ വേറെ മാറിയിരിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങളിൽ ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളിവിടെ വന്നിരിക്കും, ഞങ്ങളവിടെ ഓഡിയൻസ് ആവും. ഇങ്ങനെയുള്ളൊരു ശ്രേണീകരണം നമ്മുടെ സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും ഉണ്ട്. ആ ശ്രേണീകരണം ഇല്ലെങ്കിൽ സമൂഹത്തിന് നിലനിൽക്കാനും കഴിയില്ല. അങ്ങനെയുള്ള ഒരു കോമൺ സെൻസിക്കലായിട്ടുള്ള എല്ലാവരും അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ശ്രേണീകരണം ഉണ്ട്. ആ ശ്രേണീകരണമല്ല ജാതി. ഈ സാമൂഹിക ശ്രേണീകരണം ജാതിയിൽ റൂട്ടഡായി നമുക്ക് ചിന്തിക്കുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. ഇവർ രണ്ടാളും അതിനെ പല രൂപത്തിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ബർത്ത് ഈസ് ദ ഫൗണ്ടേഷണൽ കാറ്റഗറി ഓഫ് ജാതി. ഇപ്പോൾ ഒരു ബാർബർ വേറെ പണിയെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ വേറൊരാൾക്ക് ബാർബർ പണി എടുക്കാൻ പറ്റുമോ, അതല്ല വിഷയം. ആ വേറെ ഇപ്പോൾ ഒരു തങ്ങളല്ല ഒരു മൂല്യരായാൽ അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരനായാൽ ഓൻ ബാർബർ കച്ചവടക്കാരനാണെന്നാണോ പിന്നെ നാട്ടുകാർ പറയാം. ദാറ്റ്സ് വാട്ട് വി ഷുഡ് ലുക്ക് ഫോർ. അതെ, അത് പ്രാഞ്ചിയാരി പോലെ തന്നെ. അതേമാതിരി ഈ ബർത്ത് എന്നുള്ളതാണ് ജാതിയെ നമ്മൾ ആലോചിക്കുമ്പോഴുള്ള സെൻട്രൽ ആയിട്ടുള്ള കാറ്റഗറി. അപ്പോൾ എൻ്റെ വർക്കിൽ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത്
ഇപ്പോൾ ബാർബേഴ്സിൻ്റെ ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷനാണ്. 950 മുതൽ ഒരു 70 വർഷത്തെ സാമൂഹിക ജീവിതത്തിൽ, മുസ്ലിം സാമൂഹിക ജീവിതത്തിൽ എന്തെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ആ മാറ്റം ബാർബർ സമുദായത്തെ മുൻനിർത്തിയിട്ടാണ് അന്വേഷിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ പറയുന്ന ഒന്ന്, ഇപ്പോൾ പഴയ കാലത്ത് ബാർബർമാർ നമ്മളൊക്കെ വീട്ടിലേക്ക് വരും, എന്നിട്ട് അവർ ജോലി എടുത്ത് പോകും. ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ വരും, അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കൽ വരും. അവർ ഹെയർ കട്ട് ചെയ്യും, നെയിൽ കട്ട് ചെയ്യും. പഴയ കാലത്ത് ദേ വർ ഓൾസോ ഫോഴ്സ്ഡ് ടു ഇവിടെ കക്ഷം കട്ടയിൽ ഇറ്റ്സ് നോട്ട് വെരി ഡിഫൈനിങ്, ബട്ട് ദേ വിൽ ഓൾസോ ബി ആസ്ക്ഡ് ടു അണ്ടർ ഷേവ്. ഇങ്ങനെയൊക്കെയുള്ള വർക്ക് സാമൂഹികമായിട്ട് ചെയ്തിരുന്ന ഒരു ഗ്രൂപ്പാണ് ബാർബേഴ്സ് എന്നുള്ളത്. ഈ ബാർബേഴ്സിന് ഒരു എന്താ പറയുക, നിശ്ചിതമായിട്ടുള്ള കൂലിയൊന്നും ഉണ്ടായിരുന്നില്ല ഈ ജോലി ചെയ്യുന്നതിന്. അവർ വരും, അവർ ഈ ജോലി ചെയ്ത് പോകും. അപ്പോൾ നമ്മുടെ നിലനിൽക്കുന്ന, ദിസ് ഈസ് ഓൾസോ റിലേറ്റഡ് ടു വാട്ട് അഫീഫ് പറയുന്നു, മെറ്റീരിയാലിറ്റി, കാസ്റ്റ് ആൻഡ് മെറ്റീരിയാലിറ്റി. ദാറ്റ് ഈസ് ഓൾസോ ഓൺ ദ ഫൗണ്ടേഷൻ ഓൺ വിച്ച് ദ ബുക്ക് ഈസ് പ്ലേസ്ഡ്. നമ്മളൊക്കെ വീട്ടിൽ വന്ന് ചെയ്യുന്ന ജോലിക്ക് ബാർബർമാർക്ക് കിട്ടിയിരുന്ന വേതനം എന്ന് പറയുന്നത് ഇതാണ്. ഇതും നമ്മളിപ്പോ ഇന്ന് നമ്മൾ വാങ്ങുന്ന പോലെ വേതനം മുന്നിൽ എഴുതി വാങ്ങാനുള്ള സാമൂഹിക ആവതൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. മറിച്ച് ഇപ്പൊ ഞാൻ ഒരു പേട്രൺ ആണെങ്കിൽ, ഇതൊരു ബാർബർ ആണെങ്കിൽ, ഞാൻ അങ്ങനെ കൊടുക്കും. ആ ബാർബർ ഞാൻ ചുരുച്ചുകൊണ്ട് പോക്കറ്റിലെ വഴിയുടെ ചവിട്ടുക, എന്താ പറയാ, അരയിലെ വഴിയുടെ ചവിട്ടുക, നോക്കാൻ പാടില്ല. ആ പേട്രന്റെ മുമ്പ് നോക്കിയാൽ ചിലപ്പോ അടി കൊടുക്കും. ഇങ്ങനെയുള്ള ഒരു സാമൂഹിക വ്യവസ്ഥിതിയിലാണ് ബാർബർമാർ ജീവിച്ചിരുന്നത്. അപ്പൊ അതിന്റെ പല സംഗതികളാണ് ഇവരൊക്കെ ടച്ച് ചെയ്തത്. അപ്പൊ ഇതിലെ മെയിൻ ആയിട്ടുള്ള കാറ്റഗറി എന്ന് പറയുന്നത് ബർത്ത് എന്നുള്ളതാണ്. ഈ ജാതി എന്ന് വിളിക്കാൻ പറ്റുമോ, അത് ഐ വിൽ കം ടു ദാറ്റ് ലാസ്റ്റ്. ഓക്കെ. പിന്നെ ഈ ഇങ്ങനെയുള്ള ഒരു സാമൂഹിക ബന്ധങ്ങളിൽ ഇസ്ലാമിന്റെ പ്രാധാന്യം എന്താണ്? ഞാൻ പറഞ്ഞല്ലേ, ഇവർ ബാബർമാർ ഇങ്ങനത്തെ ഒരു തൊഴിൽ ചെയ്യുന്നു, ഇങ്ങനെ ഒരു വേതനം ഇല്ലാതെ ചെയ്യുന്നു. ഈ വേതനമില്ലായ്മക്ക് വേറൊരു വശം കൂടിയുണ്ട്. അതായത് പഴയ കാലത്തൊക്കെ ഈ ബാർബർമാരായിട്ടുള്ള കുടുംബങ്ങളെ വെച്ച് പാർപ്പിച്ചിരുന്നതും കൊണ്ടുവന്നിരുന്നതും ആ നാട്ടിലെ തറവാട്ടേരായിരുന്നു. അപ്പൊ ആ തറവാട്ടേര് എന്ന് പറഞ്ഞാൽ മഹലിലേക്ക് കൊണ്ടുവരാന്ന് പറയാം, പക്ഷെ ആ തറവാട്ടേരാണ് കൊണ്ടുവന്ന് താമസിപ്പിക്കുക. അവർക്ക് വീട് ഇതിന് പകരം അവർക്ക് നിൽക്കാനുള്ള പറമ്പ് അവിടെ പെര എട്ടിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ താമസിപ്പിച്ചിരുന്നത് ആ നാട്ടിലെ പ്രമാണിമാരും ആ നാട്ടിലെ മഹലിന്റെ കീഴിലാണ് ഇത് നടക്കുക. അപ്പൊ ആ സ്ഥലത്തിന് പോലെ ഓള് നിലനിൽക്കുന്ന സ്ഥലത്തിന് പോലെ ഓൾക്ക് ഓണർഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഒരു ആ നാട്ടിലെ പ്രമാണി മഹല് പറയുന്നതിന്റെ ആ ഒരു വാക്കിന്റെ തലത്തിലാണ് ഇതൊക്കെ നിലനിന്നിരുന്നത്. ഈ നിലനിൽപ്പ് മാറി തുടങ്ങുന്നത് 1970-കളിൽ ബാർബർമാര് യൂണിയനൈസേഷൻ, കേരള സ്റ്റേറ്റ് ബാർബേഴ്സ് അസോസിയേഷൻ എന്നുള്ള സംഘടനയിലൂടെ അവർ ഒന്നിക്കുകയും ഈ സംഗതികൾ നമുക്ക് സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് എന്നും കോൺഷ്യസ്നെസ് എന്നുമാണ് നമ്മൾ പറയുന്നത്, ക്ലാസ് കോൺഷ്യസ്നെസ് എന്നൊക്കെ. അതിൽ നിന്നാണ് ഇതിനായിട്ടുള്ള ഒരു യുദ്ധം തുടങ്ങുന്നത്. ആ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഇപ്പൊ അതിന്റെ മുമ്പ് ഇസ്ലാമ് ഇവരെ എന്താ പറയാ, ഒരു തരത്തിലും ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടില്ല, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കരുത്. ദാറ്റ്സ് നോട്ട് ദ ആർഗ്യുമെന്റ്. ഇവരും എന്താ പറയാ, ഒരു ബാർബർമാരുടെ പഴയ കാലത്ത് പറയാം, ഞങ്ങളാണ് മുസ്ലിങ്ങളെ ഉണ്ടാക്കിയത് പോലെ. അങ്ങനെയായിരുന്നു അവരുടെ റോളും. അവരും സ്വയം മനസ്സിലാക്കിയിരുന്നത് നമുക്ക് സമൂഹത്തില് നന്നായിട്ടുള്ള ഒരു റോളുണ്ട് എന്ന് തന്നെയാണ് ബാർബർമാർ മനസ്സിലാക്കിയത്. മറിച്ച് ഇത് വേതനം കിട്ടുന്ന ഒരു ജോലി, ഇത് സാമൂഹികമായിട്ടൊരു അന്തസ്സുള്ള ജോലി എന്നുള്ള തരത്തിലേക്ക് ബാർബർമാർ ഇതിനെ മാറ്റുന്നത് 1970 കൂടിയിട്ടാണ്. ഈ 70 കൂടിയിട്ട് ബാർബർമാർ പറഞ്ഞു, ആ ഞങ്ങളിനി പെരയിലൊന്നും വന്ന് പണിയെടുക്കില്ല. അപ്പൊ അത് ഭയങ്കര ഈസി ആയിട്ട് നടക്കുന്ന സംഗതിയാണോ? അല്ല, കുറെ അടിപിടിയൊക്കെ നടന്നിട്ടുണ്ട്. അത് എല്ലാം ഒന്നും പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. ഒരുപാട് കച്ചറകൾ നടന്നിട്ടുണ്ട്. നമ്മളിവിടെ അടുത്ത നാട്ടിന് നമുക്കറിയാം, മറ്റേ എന്താ പറയാ, കരിപ്പറമ്പ് കഴിഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്, 16 എത്തുന്നതിന് മുമ്പ് കന്താരങ്ങാടിയോ, അവിടെ ഒരു 1972 ഒരു ബാർബർ ഷോപ്പ് തുടങ്ങിയിരുന്നു. ആ തുടങ്ങിയ സമയത്ത് മുമ്പ് ഒരു ചെറുമനെ മുടി വെട്ടിയാണ്. അത് നാട്ടിലൊരു കച്ചറാക്കി.
ഇപ്പൊ ആരാജ് നമ്മളെ അടിയിൽ ഒന്നാണ് ചെറുമ്പനൊക്കെ പിടിയിട്ടാണ് നമ്മളെ മാപ്പിളാരെ വെട്ടിയ പോരാനൊക്കെ എന്ന് പറഞ്ഞാണ്ട് അത് പിന്നെ പറയുന്നുണ്ട്. അത് ആ സ്ഥലം ഒന്നും പറയുന്നില്ല, ഒത്തിരി പറയുന്നുണ്ട്. അത് ബാർബർ ഷോപ്പ് അടിച്ചു പൊളിച്ചു. പിന്നെ മുപ്പര് അവിടുന്ന് നാട്ടിൽ പോയി ബോംബെയിലെ മദ്രാസിലൊക്കെ പോയി പണിയെടുക്കാനാണ്. പിന്നെ വന്നാണ്ട് പിന്നെ ബാർബർ ഷോപ്പ് നമുക്ക് കുഴപ്പമില്ല. സാമൂഹികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ മാറി. ഒരു 10 വർഷം കൊണ്ട് ബാർബർ സമുദായം ഇതൊക്കെ മാറ്റിയെടുക്കാൻ കഴിയും. ആ മാറ്റിയെടുത്തതിന്റെ ഭാഗമായിട്ട് അവർക്ക് വന്ന ഒരു സാമൂഹികമായിട്ടുള്ള എന്താ പറയാ ആത്മവിശ്വാസത്തിലാണ് ബാക്കിയുള്ള ഒരുപാട് ചാലഞ്ചസ് നമ്മൾ നിലനിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥയോട് നടക്കുന്നത്. അതിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാറ്റഗറിയാണ് ഇസ്ലാം എന്നുള്ളത്. ഈ ഇസ്ലാം എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ഞാൻ ആരും പറഞ്ഞല്ലോ ജാതി എന്ന് പറയുന്നത്. ഇപ്പൊ ഈ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ സൗത്ത് ഏഷ്യയിൽ മൊത്തം ജാതിയെ പറ്റി പറയുമ്പോൾ, മുസ്ലിങ്ങളിലുള്ള ജാതിയെ പറ്റി പറയുമ്പോൾ പോലും ഇസ്ലാമിനെ പറ്റി എന്ത് പറയും? വളരെ മുസ്ലിങ്ങളിൽ ജാതിയെ പറ്റിയുള്ള എന്ത് പഠനം എടുത്ത് നോക്കി 960 മുതലുള്ള പഠനം എടുത്ത് നോക്കിയാൽ ഇസ്ലാമിനെ പറ്റി അവർ പറയുന്ന ഒറ്റ ഒരു സംഗതി ഇതാണ്. ഇസ്ലാമിൽ ഇഗാലിറ്റേറിയനിസം എന്നുള്ള ഒരു സംഗതി ഉണ്ട്. ഇസ്ലാമിൽ തുല്യത എന്നുള്ള ഒരു അടിസ്ഥാന ആശയം ഇസ്ലാമിന്റെ ഖുറാനിലൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നുമല്ല സാമൂഹിക വിഷയങ്ങളിൽ നടക്കുന്നത് എന്നുള്ള ഒറ്റ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ മുസ്ലിങ്ങളെ പറ്റി പഠിക്കാൻ പറ്റും നമുക്ക്. നമ്മള് കേരളത്തിന്റെ കോണ്ടക്സ്റ്റിലാണെങ്കിൽ നമ്മൾ പറയുന്നു ഇവിടെ ഇസ്ലാം വന്നത് മാലിക് ദീനാറും 12 ആൾക്കാരും വന്നിട്ടാണെന്നൊക്കെ പറയുന്നു. 1200 വർഷം ഉദാഹരണത്തിന് പറയാം. 1200 വർഷം കഴിഞ്ഞിട്ടും ഇസ്ലാമിനോട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ ജാതിയാണ്, ഹിന്ദു ജാതിയാണ് എന്ന് പറയുന്നതിനൊരു നിരർത്ഥകത ഉണ്ടല്ലോ. അപ്പൊ ഈ നിരർത്ഥകതയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇസ്ലാം എന്നുള്ള കാറ്റഗറിയെ ഈ ബുക്ക് ഭയങ്കര സെൻട്രൽ ആയിട്ട് അഡ്രസ് ചെയ്യുന്നത്. ഈ ഇവര് പഠിക്കുന്ന കുറച്ച് പഠനങ്ങളുണ്ട്. ഞാൻ ഇതെന്താ പറയുന്നത് ഭയങ്കര ന്യൂ ആണ്, ഇതിന്റെ മുമ്പ് വേറെ ഒരു പഠനം നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. There are some scholars. ഭയങ്കര റീസെന്റ് ആയിട്ട് ജോയലി പറഞ്ഞിട്ടുണ്ട്, അതിന് മുമ്പ് സിലിയ ബത്തൂക്ക്, ഇങ്ങനെയുള്ള ഒരുപാട് സ്കോളേഴ്സ് ഇസ്ലാം ഒരു ഇമ്പോർട്ടന്റ് കാറ്റഗറിയാണ്, മുസ്ലിങ്ങളിലുള്ള സാമൂഹിക ശ്രേണീകരണത്തെ പറ്റി പഠിക്കാനും മാറ്റിസൺ മൈൻസ് ഇങ്ങനെയുള്ള ഒരുപാട് സ്കോളേഴ്സ് 970 മുതൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര ഐ ഹോപ്പ് ദിസ് വിൽ ക്രിയേറ്റ് ദാറ്റ് ഡിബേറ്റ്. അപ്പോൾ അതിലുള്ള മെയിൻ ഒരു സംഗതി, ഇപ്പോൾ ബാർബേഴ്സ് ചെയ്യുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും പറയുന്ന സംഗതിയാണ് ഇസ്ലാമിൽ തുല്യത എന്നുള്ള ഒരു ആശയം ഇസ്ലാമിൻ്റെ ആണിക്കല്ലായിട്ടുണ്ട് എന്നുള്ള ഒരു സംഗതി. ആ ആണിക്കല്ലിനെ മുൻനിർത്തിക്കൊണ്ടാണ് ബാർബർ സമുദായം 970 മുതൽ സാമൂഹികമായിട്ടുള്ള പോരാട്ടം മലബാറിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പോരാട്ടത്തിൽ ഉള്ള മെയിൻ സംഗതി എന്ന് പറയുന്നത് നമ്മളൊക്കെ പറയുന്ന ഖുറാനിലുണ്ട് എന്ന് പറയുന്ന ഒരു ശ്രേണീകരണമാണ്. ആ ശ്രേണീകരണം എന്ന് പറയുന്നത് തഖ്വ. അള്ളാഹുവിൻ്റെ അടുക്കൽ എല്ലാവരും തുല്യരാണ്. അവൻ്റെ അടുക്കൽ ഏറ്റവും മഹാനർ അല്ലെങ്കിൽ ഏറ്റവും എലിവേറ്റഡ് എന്ന് പറയുന്നത് ഭക്തി എംബഡി ചെയ്ത ആളുകളാണെന്ന് നമ്മളെല്ലാവരും പറയുന്ന ഒരു സംഗതി. റഷീദ് ഉദവി അത് എംഫസൈസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സംഗതിയെ ബേസ് ചെയ്തിട്ടാണ് ബാർബർ സമുദായം ഈ സംഗതി അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന സബോർഡിനേഷൻ, ഹ്യൂമിലിയേഷനൊക്കെ സാമൂഹികമായിട്ട് ചാലഞ്ച് ചെയ്യുന്നത്. ഇതിൽ 1-2 സംഗതികൾ ഞാൻ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി പറയാം. ഈ ബുക്ക് പറഞ്ഞു തുടങ്ങുന്ന 2019 മണ്ണാർക്കാട് ഒരു പള്ളിയിൽ നടന്നൊരു ആൾട്ടർക്കേഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അത് റഷീദ് ഉദവി പറഞ്ഞു, ഇത് ഫിഖഹി ആയിട്ട് അതിനൊരു മെജോറിറ്റി സംഭവമില്ല. താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ്. പക്ഷേ ഇതിൻ്റെ ഒരു സാമൂഹിക സംഗതി എന്നുള്ളതിന് ഒറ്റൊരു ഉദാഹരണം പറയാം. ഈ വിഷയം നടക്കുന്ന 2019 റമദാനിലാണ്. ഈ റമദാനിൽ ഇത് ഒരു മതപണ്ഡിതൻ, ഞാൻ ഈ പേരും ഇതൊന്നും പറയുന്നില്ല, ഒരു മതപണ്ഡിതൻ ആ തറാവീഹിന് ശേഷമുള്ള ഒരു ഭാഷണത്തിൽ പറയുകയാണ്, മൂപ്പരോട് ചോദിച്ചതാണ്. സാധാരണ ഈ തറാവീഹിന് ശേഷം ഒരു എന്താ പറയുക ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ ഫിഖഹിയായിട്ടുള്ള പിന്നെ എത്തിക്കലായിട്ടുള്ള കുറേ സംഗതികളൊക്കെ ചോദിക്കുക. അങ്ങനെ ചോദിച്ചൊരു ചോദ്യമാണ്, നമ്മൾ ഒരു എന്താ പറയുക വ്യഭിചാരത്തിൽ ഉണ്ടായിട്ടുള്ള ഒരാളെ നിസ്കാരത്തിൽ തുടർന്നാൽ ശരിയാവുമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു റെസ്പോൺസായിട്ട് മൂപ്പര് പറയാം, അത് അങ്ങനെ തുടർന്നാൽ ശരിയാവില്ല. അത് മാത്രമല്ല അതേമാതിരി തന്നെയാണ് നമ്മളിവിടെ ഉള്ള ബാർബർമാരെന്ന് പറഞ്ഞു. എന്നാലാണ് അത് വിവാദമാകുന്നത്. അത് മൂപ്പര് പറഞ്ഞു അതിൽ തിയോളജിക്കലി അങ്ങനെയൊന്നുമല്ല അതിൻ്റെ ഒരു മെയിൻ സംഗതി എന്ന്. അത് മേ ബി ദാറ്റ് ഇസ് ട്രൂ. ഞാൻ അങ്ങനെ അധികം തിയോളജി ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷെ ഇതിൻ്റെ ഒരു സാമൂഹികമായിട്ടുള്ള എന്താ പറയുക അനുരണങ്ങൾ എന്ന് പറയല്ലോ, അതിൻ്റെ ഒറ്റൊരു ഉദാഹരണം പറയാം.
അത് മണ്ണാർക്കാട് തന്നെ ആ പള്ളിയിൽ നിന്ന് 3 കിലോമീറ്റർ അപ്പുറത്ത് വേറൊരു പള്ളിയുണ്ട്. മൂപ്പരെ ഞാൻ പോയി ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. മൂപ്പര് ബാർബർ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ മൂപ്പര് ആ പള്ളിയിലെ ചെറിയൊരു നിസ്കാരപ്പള്ളിയാണ്. അപ്പോൾ അവിടുത്തെ ഇമാമത്തൊക്കെയാണ് ആയിട്ടൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ മൂപ്പര് പറയാണ്, ഈ വിഷയം കത്തിയ സമയത്ത് പിറ്റേ 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ നാട്ടുകാർ വന്നാണ് ചോദിക്കുക, ഉസ്താദെ ഞങ്ങൾ നിങ്ങളല്ലേ തുടർന്ന് നിസ്കരിക്കണം, ഞങ്ങളെ നിസ്കാരമൊക്കെ ശരിയാവുമോ? ഇതാണ് ഇതിൻ്റെ സാമൂഹിക പ്രശ്നം. ഈ സാമൂഹിക പ്രശ്നം നമ്മൾ ഇത് എന്താ പറയുക, നമ്മൾ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലയ്ക്ക്, നമ്മൾ മുസ്ലിങ്ങൾ എന്നുള്ള നിലയ്ക്ക് സാമൂഹികമായിട്ടും മതപരമായിട്ടും എല്ലാ തരത്തിലും രാഷ്ട്രീയപരമായിട്ടൊക്കെ ഇരുന്ന് ചിന്തിക്കുകയും അതിനെ എങ്ങനെയൊക്കെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇത് എന്നാണ് അതിനെപ്പറ്റി ഒന്ന് പറയാനുള്ളത്. ഇനി 1-2 സംഗതികൾ ഇതിൻ്റെ ഇവർ ഉയർത്തിയ കുറച്ച് കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 1-2 സംഗതികൾ പറയാം. ഒന്ന് ഈ എൻഡോഗമിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഗതി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അംബേദ്കറിനെ ടെക്സ്റ്റിലേക്ക് അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല. ഐ തിങ്ക് ഈ മറ്റേ എങ്സംഗ്ഹോയും ഉണ്ട്, ടെക്സ്റ്റിലുണ്ട്. പക്ഷേ ടെക്സ്റ്റിൻ്റെ സെൻട്രലായിട്ടുള്ള ആളുകൾ, ഈ സ്കോളേഴ്സൊന്നും ഇതിൻ്റെ സെൻട്രലായിട്ട് ആളുകളായിട്ടില്ല. ഇതിൻ്റെ ഒരു നേച്ചർ ഓഫ് റൈറ്റിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഇവിടുത്തെ സാമൂഹിക ജീവിതമായിരിക്കണം ഇതിലിങ്ങനെ കറങ്ങി കളിക്കുന്ന. അതിൽ നിന്ന് ദർ ഷുഡ് ബി ലോട്ട് ഓഫ് തിങ്സ് റാദർ ദാൻ റൈറ്റിംഗ് എ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. നമ്മളെതിരെ ഈ ഇങ്ങനെ ഡിബേറ്റ് ഉണ്ട് അങ്ങനെ ഡിബേറ്റ് ഉണ്ട് എന്നതിലേക്ക് പോകുന്നതിന് പകരം ഈ ഇപ്പോൾ അത് ഓൾറെഡി അഫീഫ് ഓൾറെഡി വളരെ കൃത്യമായിട്ട് പറഞ്ഞു. മൂപ്പര് റഷീദ് ഉദവി തുടങ്ങിയ സ്ഥലത്ത് നിന്ന്, അതായത് എൻഡോഗമി എന്നുള്ളത് മൂപ്പര് പറഞ്ഞു ഈ ഗ്രേഡഡ് ഇൻഇക്വാലിറ്റി എന്ന അംബേദ്കറിൻ്റെ ആ ഐഡിയയെ അങ്ങനെ സമർത്ഥിക്കുന്നില്ലല്ലോ എന്ന്. പിന്നെ എനിക്ക് തോന്നുന്നു അതിനൊരു റെസ്പോൺസായിട്ട് കരുതാം ശരിക്കും അഫീഫ് പറഞ്ഞതിന്. ഇപ്പോൾ 1917 അംബേദ്കറിൻ്റെ ആ കാസ്റ്റിനെ പറ്റിയുള്ള ടെക്സ്റ്റ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. മൂപ്പര് പറയുന്നത് എന്താണ്, എൻഡോഗമിയാണ് കാസ്റ്റിൻ്റെ ഫൗണ്ടേഷൻ എന്നുള്ള ഒരു സംഗതി. ഇതന്നെയാണ് പൊതുവേ കാസ്റ്റിനെ പറ്റി മുസ്ലിങ്ങളെ പറ്റി പഠിച്ച സ്കോളർഷിപ്പിലൊക്കെ ഉള്ള ഒരു സംഗതി എൻഡോഗമിയാണ്. ഈ തൊഴിൽ ഇതുള്ളതൊക്കെ ഇപ്പോൾ ഹിന്ദുക്കളുടെ ഇടയിലാണെങ്കിലും തൊഴിൽ എന്നുള്ള സംഗതി എല്ലാവരിലും കാണുന്ന ഒരു സംഗതിയല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, ഇപ്പോൾ നമ്മൾ പറയാം ഇപ്പോൾ പറയർ പുലയർ എന്ന് പറയാം. അപ്പോൾ അവരിൽ നമ്മൾ ചിലപ്പോൾ ഈ ജാതീയതയെ അധിഷ്ഠിതമായിട്ടുള്ള തൊഴിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കാണും. മറിച്ച് നമ്മൾ ആ ശ്രേണീകരണം ഇങ്ങനെ മുന്നോട്ട് പോകും തോറും, മേലോട്ട് പോകും തോറും ഈ ജാതിയും തൊഴിലും തമ്മിലുള്ള ബന്ധങ്ങൾ ഭയങ്കര സ്ട്രോങ് ആവില്ല. ഇപ്പോൾ ഏറ്റവും മുകളിൽ നമ്മൾ പറയാം ഇപ്പോൾ ബ്രാഹ്മണന്മാർ വേദം ഓതുന്നവരാണെന്ന് പറയാം. പക്ഷേ എല്ലാവരും ചിലപ്പോൾ വേദം ഓതുന്നവരൊന്നും ആവില്ല. ഓല് ചിലപ്പോൾ എന്തായിരിക്കും, വലിയ ജന്മിമാരൊക്കെ ആയിരിക്കും. ചിലപ്പോൾ അതിൻ്റെ തൊട്ട് താഴേക്ക് വന്നാൽ പലതരത്തിലുള്ള ഡൈവേർഷൻസും ഡിവിഷൻസും വെറൈറ്റി ഉണ്ടാവും. ആ വെറൈറ്റി കൂടുതൽ കാണാതിരിക്കുക, ഏറ്റവും താഴെ തട്ടിലും ഏറ്റവും മേലെ തട്ടിലുമാണ് അത് കൂടുതൽ കാണാതിരിക്കുക. അങ്ങനെയൊക്കെയുള്ള സംഗതികളാണ് ഇപ്പോൾ ഈ ബാർബേഴ്സിൻ്റെ കേസിലും ഇപ്പോൾ തങ്ങന്മാരുടെ കേസിലും. അതിൻ്റെ കേസിൽ ഇടയിലുള്ള ഗ്രൂപ്പിലൊന്നും ഈ തൊഴിലായിട്ട് ബന്ധപ്പെട്ടാണ് ഭയങ്കരമായിട്ടുള്ള ഒരു ബന്ധം കാണൂല. ഈ ഒരു സംഗതി വെച്ചുകൊണ്ട് അതാണ് ഈ തൊഴിലായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പക്ഷേ എൻഡോഗമി അങ്ങനെയല്ല. അതുകൊണ്ടാണ് അംബേദ്കറും പറഞ്ഞു ബാക്കിയൊക്കെ മാറിയാലും എൻഡോഗമിയാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ, അത് മാറൂല എന്ന്. അത് അംബേദ്കറിനെ ഞാൻ കോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൂ. പക്ഷേ ആ ഡിബേറ്റിലാണ് ബുക്കിൻ്റെ സെൻട്രൽ ചാപ്റ്റർ കിടക്കുന്നത് എൻഡോഗമി എന്നുള്ള ഡിബേറ്റിലാണ്. അതിലുള്ള മെയിൻ സംഗതി ഞാൻ കാസ്റ്റിലാണ് എൻഡോഗമി എന്ന് പറയുന്നതിന് പകരം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വാല്യൂസ്, വാട്ട് ആർ ദ വാല്യൂസ് ബൈ വിച്ച് മുസ്ലിംസ് ഇൻ മലബാർ ആർ തിങ്കിങ് അബൌട്ട് മാരേജ്. അത് നമ്മൾ പറയുന്ന പോലെ അഫീഫ് ഓൾറെഡി പറഞ്ഞു, ഇതിൻ്റെ ഈ മോറൽ റീസണിങ് എന്താണെന്ന് പറഞ്ഞല്ലോ. അത് ഞാൻ ഈ ജാതിയിൽ നിന്ന് വരുന്നതാണ് എന്ന് പറയുന്നതിന് പകരം തറവാടുണ്ട്, തക്കവുണ്ട്, മുതലുണ്ട്, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. അതിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഐ ഡോണ്ട് നോ, നമ്മൾ ബുക്ക് എഴുതിയതിന് ശേഷം പിന്നെ ഇതിൽ ഡെത്ത് ഓഫ് ദ ഓതർ എന്നൊക്കെ പറയും. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. അത് ഞാൻ എഴുതിയപ്പോൾ എൻ്റെ ഉദ്ദേശം അങ്ങനെ വന്നിട്ടുണ്ടോയെന്നറിയില്ല, നിങ്ങൾ വായിച്ചപ്പോൾ അങ്ങനെ തോന്നിയത് കൊണ്ട് ഞാൻ പറയണം. അതായത് ഇതിൽ പറയുന്നുള്ള ഹദീസിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനിൽ പറയുന്ന ഒരു സംഗതി, മുതലുണ്ട്, വെൽത്ത് ഉണ്ട്, ചൊറുക്കുണ്ട്, തഖ്വയുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും മുൻഗണനായിട്ട് മുസ്ലിങ്ങൾ പിടിക്കേണ്ട തഖ്വയാണെന്ന് തന്നെയാണ് പറയുന്നത്. എന്നാലും സാമൂഹിക ജീവിതത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് തറവാടാണ്.
ആ ഒരു ആർഗ്യുമെൻ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഐ വിൽ ഓൾസോ റീഡ് ഇറ്റ് അഗൈൻ. അതൊന്ന്. ഇനി ഈ എൻഡോഗമി എന്ന് പറയുന്നത് ഞാൻ അംബേദ്കറിനെ ഉപയോഗിക്കാതെ തന്നെ അത് ഐ എം നോട്ട് എൻഗേജിങ് വിത്ത് ദാറ്റ് ലിറ്ററേച്ചർ ബിക്കോസ് ഐ വാണ്ട് ടു ഡു സംതിങ് എൽസ് വിച്ച് ഈസ് ടു ലുക്ക് അറ്റ് ഇസ്ലാം ആസ് എ സെൻട്രൽ കാറ്റഗറി. അപ്പോൾ ആ ഇസ്ലാമിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പറയുന്ന ഈ ജാതി എന്നുള്ളതിൽ നിന്നും മുന്നോട്ട് പോയിട്ട് ഇസ്ലാമിക സാമൂഹിക ജീവിതത്തിൽ എന്തെല്ലാം തരത്തിലുള്ള മൂല്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് സാമൂഹിക ശ്രേണീകരണം വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അതിൽ മുതലുണ്ട്, തറവാടുണ്ട്, തഖ്വയുണ്ട്, പിന്നെ ചൊറുക്കുണ്ട്, ഇങ്ങനെയുള്ള കുറേ സംഗതികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വർക്ക് ചെയ്യേണ്ട പള്ളന്നെ പറഞ്ഞ കാറ്റഗറിയാണ് എന്ത്? തഖ്വ. ഇതന്നെയാണ് ബാർബർമാർ സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പൊതുവേ പറയല്ലോ. അപ്പോൾ റിഫോമിസ്റ്റുകൾ പഴയ കാലത്ത് പറഞ്ഞിരുന്നത് എന്ത്? നിങ്ങളൊന്നും ഇതൊക്കെ ഈ പുരുതാനം പറയാം, ഈ ഒരു സ്പേസിന് തന്നെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതാ ഈ മമ്പുറത്തൊക്കെ പോകുന്ന ആൾക്കാർ ഒന്നും മുസ്ലിങ്ങളല്ല, അവരൊക്കെ എന്തോ വിവരമില്ലാത്ത ആൾക്കാരാണ്, ഇങ്ങനെയൊക്കെ ഉള്ളൊരു സംഗതി പറയല്ലോ. 1900 മുതൽ പറയുന്ന ഒരു റിഫോമിസ്റ്റ് ഡിബേറ്റ്. ഈ ഒരു ഡിബേറ്റിൻ്റെ എന്താ പറയുക, നമ്മൾ പറയാം ആ ഡിബേറ്റൊക്കെ ഇപ്പം മാറിയെന്ന്. ആ ഡിബേറ്റ് ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പോൾ ബാർബേഴ്സ് പറയാണ് എന്ത്? നമ്മളിപ്പോഴും തഖ്വയ്ക്ക് എത്തിയിട്ടില്ല. നമ്മളെ സാമൂഹിക ജീവിതം എപ്പോഴും നടക്കുന്നത് ഈ തറവാട്, മുതൽ, ചൊർക്ക് ഇതൊക്കെ വെച്ചുകൊണ്ട് എല്ലാ സാമൂഹിക ശ്രേണീകരണങ്ങളും നമ്മൾ ഉണ്ടാക്കും. ഇത് വെച്ചിട്ടാണ് ഇപ്പോഴും സാമൂഹിക ജീവിതം നടക്കുന്നത് എന്നുള്ളതാണ്. ഇതൊക്കെ നടക്കുമ്പോഴും ബാക്കിയുള്ള സാമൂഹിക ശ്രേണീകരണം ഇല്ല എന്നർത്ഥമില്ല. ഇപ്പോൾ റഷീദ് ഉദവി പറഞ്ഞ് എന്ത്? കൈക്കോട്ടെത്താൻ പോയിക്കോളി എന്ന് പറയും, അല്ലെങ്കിൽ മീൻകാരനയക്കാൻ പോയിക്കോളി എന്ന് പറയും. ഇതിന് വേറൊരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നിങ്ങൾ ഈ എക്സാമ്പിൾ പറഞ്ഞതുകൊണ്ട് പറയാം, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഗതി ഉണ്ട് മൂപ്പര് പറയുന്നത്. ഒന്ന് ബാർബർ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ബാർബർ കൈക്കോട്ടെത്താൻ പോകണ മീൻ ഇതാക്കുന്നത്, ഇതൊക്കെ മാനുവൽ ലേബറാണ്. This is also related to what Afif was talking about. Caste should be related to labor. ഈ എന്താ പറയുക, നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന തൊഴിലുകളൊക്കെ സാമൂഹികമായിട്ട് മോശമായിട്ടുള്ള തൊഴിലാണ് എന്നുള്ള ഒരു സാമൂഹിക ചിന്ത നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. അതാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അത് ജാതി ആയിക്കൊള്ളണമെന്നില്ല, സാമൂഹിക ശ്രേണീകരണം പലതരത്തിലുണ്ട്. അതാണ് ഒന്ന്. ഇനി ഇതിനെ ജാതി എന്ന് വിളിക്കാൻ പറ്റുമെന്നുള്ളത്, ഇതിന് 2-3 തരത്തിൽ ആൻസർ ചെയ്യുക. ഒന്ന് ഇന്ത്യയിലെ സൗത്ത് ഏഷ്യയിലെ സാമൂഹിക ശ്രേണീകരണം ജാതി എന്നുള്ളതിനെ അഡ്രസ്സ് ചെയ്യാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ സാമൂഹിക ശ്രേണീകരണം, ഇവിടുത്തെ എന്താ പറയുക, സമൂഹത്തിൻ്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് ജാതിയിലാണ് എന്നാണ് നമുക്ക് കാലാകാലങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചർച്ചയെ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് ഈ മുസ്ലിങ്ങളിലെ സാമൂഹിക ശ്രേണീകരണം നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് എ ട്രിക്കി ടെറൈൻ. അപ്പോൾ അത് എന്താ പറയുക, നമുക്ക് കാസ്റ്റിൽ നിന്ന് തുടങ്ങാതെ എവിടെ എത്താൻ പറ്റില്ല. പിന്നെ മൂപ്പര് പറഞ്ഞല്ലോ, അതായത് മൂപ്പര് തന്നെ പറഞ്ഞു, അതായത് നമ്മൾ ഫ്രം സോഷ്യൽ ഈവിൾ ടു ഇഗാലിറ്റേറിയനിസം ഓഫ് ഇസ്ലാം എന്നുള്ള ഒരു സംഗതി പറഞ്ഞല്ലോ. ആ ഒരു എന്താ പറയുക ട്രജക്ടറിയാണ് ബുക്ക് ചാർട്ട് ചെയ്യുന്നത്. തുടക്കം മുതൽ ബാർബേഴ്സ് ഇങ്ങനെ ജോലി ചെയ്യുന്നു. ഇപ്പോൾ ലാസ്റ്റത്തെ ചാപ്റ്ററിൽ പറയുന്നത് സീക്കിംഗ് ഇഗാലിറ്റേറിയനിസം എന്നാണ്. അതായത് ബാർബേഴ്സ് പറയുന്നത് സാമൂഹികമായിട്ടും നമ്മൾ മുന്നോട്ട് വെക്കേണ്ട, സമൂഹത്തിൽ മുന്നോട്ട് വെക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് തഖ്വയാണ്. അതിലധിഷ്ഠിതമായിട്ടുള്ള ഒരു സാമൂഹിക നിർമ്മിതി പോസിബിളാണോ എന്നുള്ള ഒരു അന്വേഷണമാണ് ബാർബേഴ്സ് മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, അതാണ് പുസ്തകത്തിനെ പറ്റി പറയാനുള്ള കുറച്ച് സംഗതികൾ. ഇനി 1-2 സംഗതികൾ ഞാൻ വേറെ പറയാം. ഒന്ന് ഈ തറവാടായിട്ട് ബന്ധപ്പെട്ടാണുള്ള ഒരു ക്വസ്റ്റ്യൻ. അതായത് ഐ കൈൻഡ് ഓഫ് ടോട്ടലി എഗ്രി വിത്ത് വാട്ട് അഫീഫ് വാസ് സെയിങ്. ഈ തറവാട് എന്നുള്ളത് നമ്മൾ എന്താ പറയുക, മുസ്ലിങ്ങളുടെ ഇടയിൽ മാത്രമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. മുസ്ലിങ്ങളുടെ ഇടയിൽ മാത്രമുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന് അല്ല എന്ന് മാത്രമല്ല, സാമൂഹികമായിട്ട് കേരളത്തിലെ പലതരത്തിലുള്ള എന്താ പറയുക ടെർമിനോളജികൾ ഉണ്ടായിരുന്നു. നമ്മളുടെ എന്താ പറയുക നിൽക്കുന്ന സ്ഥലത്തെ ദ്യോതിപ്പിക്കുന്ന പലതരത്തിലുള്ള ടെർമിനോളജി ഉണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചെറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ലോവർ ചെറ്റക്കുടിൽ, താഴേക്കടയിലുള്ള ആൾക്കാർ ജീവിക്കുന്ന സ്ഥലത്തിനാണ് നമ്മൾ ചെറ്റ എന്ന് പറയും. ഇപ്പോഴല്ല, പഴയ കാലത്ത് മലബാറിൽ തന്നെ
മത്സ്യത്തൊഴിലാളികൾ ജീവിച്ചിരുന്ന സ്ഥലത്തിന് ചെറ്റെന്നാണ് പറയാം. അപ്പോൾ അതുപോലെ നമ്മൾ പറയും എന്താ മന, ഇല്ലം, തറവാട്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഇതിൽ നിന്ന് മുസ്ലിംസ് സ്വാംശീകരിച്ചത് തറവാട് എന്നുള്ള കാറ്റഗറിയാണ്. മുസ്ലിംസിന് വേറെ കാറ്റഗറി ഉണ്ടായിട്ടുണ്ടാവാം. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ദാറ്റ്സ് ഇൻ ഇറ്റ് സെൽഫ് ഈസ് ആൻ എൻക്വയറി ദാറ്റ് ഐ ഹാവൻ ഡൺ. ഐ ഡോണ്ട് നോ. that is something to think about, what Afif was saying, that itself needs to be thought through. അത് എന്തുകൊണ്ടാണ് മുസ്ലിംസ് ഇങ്ങനെ സ്വീകരിച്ചത്, അതിനുള്ള ഒരു സർമൈസ്, ഒരു പോസിബിലിറ്റി എന്നുള്ളത് ഞാൻ ആലോചിച്ചത്. അതും ഇറ്റ് ഈസ് ഓൾസോ റിലേറ്റഡ് ടു മെറ്റീരിയാലിറ്റി. ഇവിടുത്തെ വിഭവ എന്താ പറയുക, വിതരണവും അതിൻ്റെ ഉൽപ്പാദനമൊക്കെ കൺട്രോൾ ചെയ്തിരുന്നത് കൂടുതലായിട്ടുള്ള മെട്രോലിനിയൽ കമ്മ്യൂണിറ്റീസ് ആയിരുന്നു മുസ്ലിംസിൻ്റെ ഇടയിൽ. പ്രത്യേകിച്ച് കോസ്റ്റൽ, നമ്മളിപ്പോൾ നഹാസ് എന്നൊക്കെ പറയില്ലേ, അവരൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പോലും നഹമാർക്ക് നമ്മൾ നിൽക്കുന്നതിന് തൊട്ടടുത്തുള്ള പാടമൊക്കെ നഹാമാരുതായിരുന്നു. അങ്ങനെയുള്ള പൊതുവെ ഇംഗ്ലണ്ടിൽ മൊത്തം അവരായിരുന്നു അത് കൺട്രോൾ ചെയ്തിരുന്നത്. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് ആൻ എൻക്വയറി ദാറ്റ് ഐ ഹാവ് ഡൺ, ഐ ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു ഡു. അപ്പോൾ ഈ തറവാട് എന്നുള്ളതിനെ പറ്റി ഐ തിങ്ക് ദാറ്റ് നീഡ്സ് ടു ബി കൈൻഡ് ഓഫ് തോട്ട് ത്രൂ മോർ. പിന്നെ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ള നിലയ്ക്ക് ഈ ഒരു മോറൽ റീസണിങ് എന്നുള്ളത് പറഞ്ഞു നിർത്തുക. വേറെ കുറേ സംഗതികൾ ഇവർ ചോദിച്ചിട്ടുണ്ട്. ഐ കനോട്ട് അഡ്രസ് എവരിത്തിങ്. ഇനിയിപ്പോൾ നിങ്ങൾ ചോദ്യത്തിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ വി ക്യാൻ കം ബാക്ക് ടു ദാറ്റ്. ഐ എം ഹോപ്പ്ഫുൾ ദാറ്റ് ദേ വിൽ ഓൾസോ കം ബാക്ക്. ഈ കൺവേർഷനായിട്ട് ബന്ധപ്പെട്ടാണ്ടുള്ള കാറ്റഗറി. ഇനി ഹിന്ദുക്കളിൽ നമ്മൾ പറയുകയാണ് ഈ ഹിന്ദുക്കളിലുള്ള ജാതീയത എല്ലാം മുസ്ലിങ്ങളില്ല. ദാറ്റ് ഇസ് ട്രൂ. അങ്ങനെ ഒരു ജാതീയ സമവാക്യം അതല്ല ഈ ബുക്ക് മുൻനിർത്തുന്നത്. ഹിന്ദുക്കൾ അതേമാതിരി മുസ്ലിങ്ങളിൽ ജാതി ഉണ്ട്, അപ്പം തന്നെ ജാതി എന്നുള്ളതാണ് പറയുന്നത്. ആ ഒരു ക്ലെയിം ബുക്കിനില്ല. മറിച്ച് ഈ ജാതി എന്നുള്ളിടത്ത് തുടങ്ങാതെ ഇതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റില്ല. ദാറ്റ്സ് എ ട്രിക്ക്. പിന്നെ ഇനി ഏതൊരു തരത്തിലേക്കുള്ള കാറ്റഗറിയിലേക്കാണ് പോവേണ്ടത്, അല്ല നമ്മളിഞ്ഞ് മുസ്ലിങ്ങളുടെ ഇടയിൽ ഇനി ഒരു കാറ്റഗറി ഉണ്ടാക്കിയിട്ടേ അടങ്ങൂ, അതായിരിക്കണം നമ്മളെ ലക്ഷ്യം. മുസ്ലിങ്ങളെ സാമൂഹിക ജീവിതം എല്ലാം ഈ തഖ്വയായിട്ട് ബന്ധപ്പെട്ടാണ്ട് ഇത് ഇങ്ങനെ കണ്ടസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഡൊമൈനായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദാറ്റ് ഈസ് ഇറ്റ് സെൽഫ് ഈസ് ഓപ്പൺ. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. ഇനി ഈ മോറൽ റീസണിങ് ആയിട്ട് ബന്ധപ്പെട്ടാണ്ട് ഒരു സംഗതി പറയാം. ഇപ്പോൾ അഫീഫെന്നെ പറഞ്ഞു, അതായത് ഇപ്പോൾ ഈ വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു, അതായത് ഞാനൊരു ഹിന്ദു ആവുക, ഞാൻ ഈ ജാതീയമായിട്ടുള്ള എല്ലാ സംഗതികളും നടത്തുമ്പോഴാണ് ഞാനൊരു ഹിന്ദു ആവുക എന്ന് പറഞ്ഞല്ലോ. മുസ്ലിങ്ങളുടെ ഇടയിൽ അങ്ങനെയുള്ളൊരു സംഗതി ഇല്ല. ആ സംഗതി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇസ്ലാം ഒരു ഒരു ഇഗാലിറ്റേറിയൻ പൊട്ടൻഷ്യലായിട്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബാർബേഴ്സ് സാമൂഹികമായിട്ട് നമ്മളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളെ ചാലഞ്ച് ചെയ്യാൻ അവർക്ക് പോസിബിൾ ആകുന്നത്. ആ പോസിബിലിറ്റി എത്രത്തോളം സാമൂഹികമായിട്ട് അവൈലബിൾ ആണ്, അത് എപ്പോഴാണ് അവൈലബിൾ ആകുന്നത്, അതിപ്പോൾ നോർത്ത് ഇന്ത്യയിലൊന്നും അവൈലബിൾ ആവാത്തത് എന്തുകൊണ്ടാണ്, അങ്ങനെയുള്ള അന്വേഷണങ്ങളാണ് വേണ്ടത്. ഇവിടെ അവൈലബിൾ ആകുന്നതിന് ഇപ്പോൾ മൈഗ്രേഷൻ പറഞ്ഞു, യൂണിയനൈസേഷൻ പറഞ്ഞു, പിന്നെ പൊതുവേ ഉള്ള മുസ്ലിങ്ങൾക്ക് പൊതുവേ വന്നിട്ടുള്ളൊരു സോഷ്യോ എക്കണോമിക് മൊബിലിറ്റി പറഞ്ഞു. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വന്നിട്ടുള്ളൊരു സാമൂഹിക മാറ്റമാണത്. അത് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഞങ്ങൾക്ക് ചോദ്യങ്ങളും കമൻസൊക്കെ ഉണ്ടെങ്കിൽ ഐ വിൽ കം ബാക്ക്. താങ്ക് യു വെരി മച്ച്.